بسم الله الرحمن الرحيم. الحمد لله رب العالمين، صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. അതാണ് അഥവാ ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ അവസാനം പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, لا يرد الدعاء بين الأذان والإقامة. لا يرد الدعاء بين الأذان والإقامة. അദാനിനും ഇഖാമത്തിനും ഇടയിലുള്ള ദുആ തള്ളപ്പെടുകയില്ല, അഥവാ യുഖ്ബൽ സ്വീകരിക്കപ്പെടും. അല്ലാഹു ദുആ സ്വീകരിക്കുന്ന സമയങ്ങളിൽപ്പെട്ടതാണ് ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം. ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവൻ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. ഇനി ഇതാണ് ബാങ്കിൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ ബാങ്കിന് ശേഷമുള്ള ദുആ, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവന് എന്റെ ശഫാഅത്ത് കിട്ടുമെന്നാണ്. ബാങ്കിന് ജവാബ് പറയുകയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി അള്ളാഹുവിനോട് സലാത്ത് ചോദിക്കുകയും ചെയ്താൽ اللهم صل على محمد എന്ന് തുടങ്ങുന്ന സലാത്ത് ചൊല്ലുക. പിന്നീട് اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة وبعثه مقاما محمودا الذي وعدته എന്ന് ദുആ ചെയ്യുക. ഇത് പറഞ്ഞവന് എന്റെ ശഫാഅത്ത് കിട്ടുമെന്നാണ്. അതുകൂടാതെ رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا എന്നും ബാങ്കിനെ ബാങ്ക് കേൾക്കുമ്പോഴുള്ള ദുആ ആയി ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. അടുത്ത ബാബു ശുറൂത്തിസ് സലാഹ്. ബാബു ശുറൂത്തിസ് സലാഹ്, നിസ്കാരത്തിന്റെ ഷുറൂത്തുകൾ എന്ന ബാബാണ് നമ്മളിനി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനുള്ള ഹദീസുകൾ വായിക്കുന്നതിന് മുമ്പ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ചെറിയ കിതാബാണ് അദ്ദുറൂസുൽ മുഹിമ്മ ലിഅമ്മത്തിൽ ഉമ്മ എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ചെറിയ റിസാല. അദ്ദുറൂസുൽ മുഹിമ്മ ലിഅമ്മത്തിൽ ഉമ്മ. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണില്ല. അദ്ദുറൂസുൽ മുഹിമ്മ ലിഅമ്മത്തിൽ ഉമ്മ. അതിൽ ഷെയ്ഖ് ഷുറൂത്തുകൾ ആദ്യം എണ്ണി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് ഹദീസ് വായിച്ചതിന് ശേഷം പിന്നീട് വായിക്കാം. ഹദീസുകൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഓരോ ഷർത്തുകൾ മനസ്സിലാകുന്നതാണ് ഇൻഷാ അല്ലാഹ്. നിസ്കാരത്തിന്റെ ഷർത്ത്, നിസ്കാരത്തിന്റെ ഫർദ്, വുദൂഇന്റെ ഷർത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എണ്ണി പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. നിസ്കാരത്തിന് ഇത്ര ഷർത്തുകളുണ്ട്, ഇത്ര ഫർദുകളുണ്ട്, ഇത്ര കാര്യങ്ങൾ റുക്നുകളാണ്, ഇത്ര മുസ്തഹബാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണം പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അത് ഹദീസുകളിൽ നിന്ന് ഉലമാക്കൾ നമുക്ക് ഇസ്തിംബാത്ത് ചെയ്ത് അഥവാ അതിൽ നിന്ന് ക്രോഡീകരിച്ച് പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് പല ഉലമാക്കൾ പറയുന്നതിൽ അതിന് എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. പക്ഷേ കാര്യം ഒന്ന് തന്നെയാണ്. കാര്യം ഒന്ന് തന്നെയാണ്. ചിലത് എണ്ണും, ചിലത് എണ്ണില്ല, അത്രമാത്രം. അത് എണ്ണാത്തത് എണ്ണിയതിൽ ഉൾപ്പെട്ടിരിക്കും, അത്രയുള്ള കാര്യം. ഇപ്പോ ഏതുപോലെ അഖൽ, തമീസ്, അഖൽ ബുദ്ധി ഉണ്ടാകുക, തമീസ് വകതിരിവുണ്ടാകുക എന്നത്, അല്ലെങ്കിൽ ബുലൂഗ് പ്രായപൂർത്തിയാവുക, തമീസ് വകതിരിവുണ്ടാകുക എന്നത് ചിലരെണ്ണും, ചിലപ്പോൾ ഒഴിവാക്കിയേക്കും. ഇതിലേതെങ്കിലും ഒന്ന്. എന്താ കാരണം? അത് മാലൂമായ കാര്യം, അത് മാലൂമാണ്, പറയേണ്ട ആവശ്യമില്ലാത്തവണ്ണം അറിയപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയാണ് ഷുറൂത്തും അതുപോലെ ഫർദായ കാര്യങ്ങളുമൊക്കെ പലരും എണ്ണുമ്പോൾ വ്യത്യാസപ്പെടുന്നത്. അപ്പൊ അത് ചില മദ്ഹബിന്റെ ഉലമാക്കൾ എണ്ണിയ എണ്ണായിരിക്കില്ല വേറെ മദ്ഹബിന്റെ ഉലമാക്കൾ എണ്ണുന്നത്. അതിന്റെ കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ചിട്ടില്ല എന്നത്. പക്ഷെ അത് നമുക്ക് പഠിക്കാൻ വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ്.
ഏതൊക്കെയാണ് റുക്നുകൾ, ഏതൊക്കെയാണ് ഫർദുകൾ, ഏതൊക്കെയാണ് മുസ്തഹബുകൾ എന്നത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. ശുറൂത്തു സലാഹ്, നിസ്കാരത്തിന്റെ ഷർത്തുകൾ. നമുക്കെല്ലാവർക്കും അറിയാം നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് മുസ്ലിം ആയിരിക്കണം എന്നത്. മുസ്ലിങ്ങൾക്കാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ ഹദീസുകളിൽ നിന്ന് നമുക്ക് ഈ ഷർത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കും. അലി ഇബ്നു തൽഖ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫസാ അഹദുകും ഫിസ് സ്വലാത്തി ഫൽയൻസരിഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഫസാ അഹദുകും ഫിസ് സ്വലാത്തി ഫൽയൻസരിഫ്. നിങ്ങളിൽ ആരെങ്കിലും നമസ്കാരത്തിൽ അവന്റെ വുദു മുറിഞ്ഞു പോയാൽ അവൻ പിരിഞ്ഞു പോകട്ടെ. വലിയതവദ്ദ വലിയുഈദി സ്വലാഹ്, അവൻ വുദു ചെയ്യട്ടെ, എന്നിട്ട് നിസ്കാരം മാറ്റി നിസ്കരിക്കട്ടെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതേ അർത്ഥത്തിലുള്ള ഹദീസുകൾ വേറെയും സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസുകൾ. അപ്പോൾ വുദു ഉണ്ടായിരിക്കുക എന്നത് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ്, വുദു ഉണ്ടായിരിക്കുക എന്നത്. 2, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا يقبل الله صلاة حائض إلا بخمار. لا يقبل الله صلاة حائض. അള്ളാഹു ഒരു ഹായിദിന്റെ സലാത്ത് സ്വീകരിക്കുകയില്ല. ഹായിദ് എന്നാൽ ഹൈദുള്ള പെണ്ണ് എന്നാണ് ലുഗത്തിൽ അതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ അർത്ഥം ഹൈദ് വന്ന പെണ്ണ് അഥവാ പ്രായപൂർത്തിയായ പെണ്ണ്. അവളുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇല്ലാ ബിഖിമാരിൻ, ഖിമാർ അണിഞ്ഞിട്ടല്ലാതെ, അഥവാ തല മറച്ചിട്ടല്ല. ഖിമാർ തല മൂടുന്ന വസ്ത്രത്തിനാണ്, തട്ടത്തിനാണ് ഖിമാർ എന്ന് പറയാം. തല മറക്കുന്നതിനാണ് ഖിമാർ. അതുകൊണ്ടാണ് ഖംർ, കള്ളിന് എന്ത് പേരുന്നത്, ഖംർ എന്ന് പേരുന്നത്. കാരണം അത് അക്കലിനെ മൂടിക്കളയും, അക്കല് മറച്ചു കളയും, പിന്നെ അയാൾക്ക് ബോധം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് ഉമ്മുൽ ഖബായിസ് ആയത്, എല്ലാ വൃത്തികേടുകളുടെയും കാരണം അവന്റെ അക്കല് പോയി പോവുകയാണ്. അക്കല് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ച, അവന്റെ ശരീഅത്തിലൂടെ സംരക്ഷിച്ച ഒരു കാര്യമാണ് അക്കൽ. അതുകൊണ്ടാണ് കള്ള അല്ലാഹു ഹറാമാക്കിയതും അതിന് അല്ലാഹു ഹദ് വെച്ചതും. കള്ള അല്ലാഹു ഹറാമാക്കിയതും അതിന് അല്ലാഹു റബ്ബുൽ ആലമീൻ കള്ളുടിച്ചവന് അടി, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അടി ശിക്ഷ വെച്ചതും അതുകൊണ്ടാണ്. റസൂലുള്ളാഹി സഹാബത്തിന്റെ കാലത്ത് ചെരുപ്പുണ്ട്, കയറുണ്ടൊക്കെ അടിക്കാറുണ്ടായിരുന്നു. ആരെ? കുടിയന്മാരങ്ങനെ അടിക്കാറുണ്ട്. അതുപോലെ അക്കല് പോലെയാണ് ദീൻ സംരക്ഷിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് സമ്പത്ത്. അക്കല് പോലെ അള്ളാഹുവിന്റെ ശരീഅത്തിലൂടെ സംരക്ഷിച്ചിട്ടുള്ള കാര്യമാണ് അൽമാൽ. അതുകൊണ്ടാണ് സമ്പത്ത് എടുക്കുന്നവനെ, അന്യായമായി എടുക്കുന്നവന് ഇസ്ലാമിൽ ഹദ് വെച്ചിട്ടുള്ള, അവന്റെ കൈമുറിക്കും. കാരണം അത് ഹെഫ്ള് ചെയ്യപ്പെട്ട, സൂക്ഷിക്കപ്പെട്ട സംഗതിയാണ്. അത് എല്ലാവർക്കും കയറി നിരങ്ങാനുള്ളതല്ല അഖൽ. അതുപോലെ അൽമാൽ. മൂന്നാമത്തേത് അയറും. എന്താണ് അയറും? അഭിമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വ്യഭിചാര ആരോപണം ഉന്നയിച്ചവൻ 4 സാക്ഷികളെ കൊണ്ടുവന്നില്ലെങ്കിൽ, 4 ദൃക്സാക്ഷികളെ കൊണ്ടുവന്നില്ലെങ്കിൽ അവന് 80 അടി ശിക്ഷയുണ്ട്. കാരണം അത് ആളുകൾക്ക് കയറി നിരങ്ങാനുള്ളതല്ല, സൂക്ഷിക്കാനുള്ളതാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ട കാര്യം. അഖൽ, അതുപോലെ മാൽ, അതുപോലെ എർദ്, അതുപോലെ തന്നെയാണ് ദം, രക്തം. അതും ആളുകൾക്ക് ചവിട്ടി വധിക്കാൻ പാടില്ല, സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനും നമുക്ക് ഹദ്ദുണ്ട്. രക്തം ചിന്തിയാൽ അതുപോലെ العين أن النفس بالنفس والعين بالعين والأنف بالأنف والأذن بالأذن والسن بالسن والجروح قصاص. الله سبحانه وتعالى പറഞ്ഞു,
കണ്ണിന് പകരം കണ്ണ്, മൂക്കിന് പകരം മൂക്ക്, കാതിന് പകരം കാത്, പല്ലിന് പകരം പല്ല്. അതുപോലെ തന്നെയാണ് ഒരാളെ കൊലപ്പെടുത്തിയതിന് പകരം അയാളെയും കൊലപ്പെടുത്തുക എന്നത്. എന്താണത്? അത് രക്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിരിക്കുന്നു. അതുപോലെയുള്ളതാണ് ദീൻ. ഒരുവന്റെ ദീൻ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ദീൻ ആളുകൾക്ക് കളിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു. ആരാണോ സ്വന്തം ദീൻ മാറ്റിയത് അവനെ കൊല്ലുക. ഇസ്ലാമിക ഭരണകൂടം അവരുടെ ബാധ്യതയാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നിട്ടും തിരിച്ചു മുർത്തദ്ദായി പോയാൽ അവനെ കൊന്നുകളയാനുള്ളത്. ആരെങ്കിലും പോയിട്ടില്ല, ഭരണകൂടം ചെയ്യേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദാ സലാസ് അന്നഫ്സു ബിന്നഫ്സ് വസ്സയ്യിബു സാനി വത്താരിഖു ലിദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാഅ. ഒരു മുസ്ലിമിന്റെ രക്തം അനുവദനീയമല്ല 3 കാര്യം കൊണ്ടല്ലാതെ. ഒന്ന്, അന്നഫ്സു ബിന്നഫ്സ്, കൊലക്ക് പകരമുള്ള കൊല. 2, അസ്സയ്യിബു സാനി, വിവാഹിതനായ വ്യഭിചാരി, അവനെ എറിഞ്ഞു കൊല്ലണം. 3, അത്താരിഖു ലിദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാഅ, സ്വന്തം ദീൻ ഉപേക്ഷിച്ച മുസ്ലിം ഉമ്മത്തിന്റെ ജമാഅത്തിൽ നിന്ന് വിട്ടുപോയ അവനെ. എന്താണ്? ഇതൊക്കെ ഹിഫ്ളാക്കപ്പെട്ട സംഗതികളാണ്. അൽ അഖൽ, അതുപോലെ അൽ മാൽ, അൽ ഇർം, അതുപോലെ അദ്ദം, അദ്ദീൻ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിലൂടെ സംരക്ഷിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഹിമാർ എന്ന് പറഞ്ഞാൽ തല മൂടുന്ന വസ്ത്രം. അത് ധരിച്ചിട്ടല്ലാതെ ഹൈല് വന്ന അഥവാ പ്രായപൂർത്തിയായ ഒരു പെണ്ണിന് നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇതേതുപോലത്തെ ഹദീസാണ്? റസൂലുള്ള പറഞ്ഞില്ലേ, ഗുസ്ലു യൗമിൽ ജുമുഅത്തി, യൗമുൽ ജുമുഅയിലെ കുളി അത് നിർബന്ധമാണ്. അല കുല്ലി മുഹ്തലിമിൻ. അല്ല, മുഹ്തലിം എന്ന് പറഞ്ഞാൽ അവന് സ്ഖലനമുണ്ടായെന്ന എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ഓരോ പുരുഷനും എന്നാണ് അവിടെ അർത്ഥം. എന്നതുപോലെ ഇവിടെ ഉദ്ദേശം ഹൈല് വന്ന പെണ്ണെന്നല്ല. ഹൈല് വന്ന പെണ്ണ് ഉള്ളവൾ നിസ്കരിക്കാൻ പാടില്ലല്ലോ, ഹറാമല്ലേ. മറിച്ച് പ്രായപൂർത്തിയായ സ്ത്രീ എന്നാണ് അർത്ഥം. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലായി എന്ത്? നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ് സത്റുൽ ഔറ, ഔറത്ത് മറക്കുക എന്നത്. ഏതുപോലെ? വുദൂ പോലെ നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ് സത്റുൽ ഔറ, ഔറത്ത് മറക്കുക. മറിച്ചില്ലെങ്കിൽ നിസ്കാരം ഗൈറു മഖ്ബൂൽ, ബാത്തിൽ, നിസ്കാരം ബാത്തിലാണ്. വുദൂ ഇല്ലെങ്കിൽ, അതുപോലെ ഔറത്ത് മറച്ചില്ലെങ്കിൽ. ഇതിപ്പോ സ്ത്രീയുടെ കാര്യമാണ്. ഇത് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് പറയുന്നു, സഹാബത്തിന്റെ കാലത്ത് റളിയല്ലാഹു അൻഹും വളരെ ദരിദ്രരായിരുന്നു മുസ്ലിം ഉമ്മത്ത്. അവർ വസ്ത്രം ധരിച്ചിരുന്നത് ചെറിയ കുട്ടികളെ പോലെയായിരുന്നു. ഒറ്റ തുണി ഉണ്ടാവും. എന്നിട്ട് അവരിങ്ങനെ, സഹാബത്ത് പറയുകയാണ്, ചെറിയ കുട്ടികളെ പോലെ ആ തുണി അവരിങ്ങനെ പെരടിയിൽ എന്താക്കും? കെട്ടും. കഷ്ടിച്ച് ഔറത്ത് മറഞ്ഞിട്ടുണ്ടാവും. ബുഖാരി റിവായത്ത് ചെയ്യുന്ന സഹാബത്തിന്റെ വാക്കുകളിൽപ്പെട്ട റിവായത്തുകളാണ്. കുട്ടികളെ പോലെ, സിബിയാനെ പോലെ അവർ പെരടിയിൽ വസ്ത്രം കെട്ടുമായിരുന്നു. അങ്ങനെ സ്ത്രീകളോട് ആളുകൾ പറഞ്ഞു, നിങ്ങൾ തല ഉയർത്തരുത്. നിങ്ങൾ പിന്നിലാണല്ലോ സ്ത്രീകൾ നിസ്കരിക്കുക, നിങ്ങൾ തല ഉയർത്തരുത്. പുരുഷന്മാർ സുജൂദിന് എണീറ്റ് നിന്നാലല്ല. കാരണം ഇവർ തല ഉയർത്തിയാൽ മുന്നിലുള്ളവരുടെ ഔറത്ത് കാണാൻ സാധ്യതയുണ്ട്. അത്രയും കഷ്ടിച്ച് ഔറത്ത് മറയുന്ന വസ്ത്രമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് റളിയല്ലാഹു അൻഹും ഉണ്ടായിരുന്നത്. അവരാണ് ആദ്യം ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ. ഹെറഖൽ എന്ന രാജാവ് അബൂ സുഫിയാനോട് ചോദിച്ചില്ലേ, ആരാണ് ആ റസൂലിനെ പിൻപറ്റുന്നത്? ജനങ്ങളിലെ ഷെരീഫുകളാണോ അതല്ല ദഈഫുകളാണോ? ജനങ്ങളിൽ വലിയ പണക്കാരും വലിയ തറവാട്ടുകാരൊക്കെ ആണോ അതല്ല സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളാണോ? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ദുഅഫാഉഹും, അവരിലെ സാധുക്കളാണ്. അപ്പൊ ഹെറഖൽ പറഞ്ഞു, കദാലിക റസുൽ, അങ്ങനെയാണ് നബിമാർ. അവരാദ്യം പിൻപറ്റുകാരായിരിക്കും പാവങ്ങളായിരിക്കും. കാരണം അവരെ ദുരഭിമാനം ഹക്കിൽ നിന്ന് പിടിച്ചെടുത്തുകയല്ല.
പണക്കാരെ ആദ്യം ഹക്ക് സ്വീകരിക്കാൻ അവരുടെ ദുരഭിമാനം ചിലപ്പോൾ സമ്മതിക്കൂല. അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ചിന്ത പല പണക്കാരെയും ആദ്യം ഹക്ക് സ്വീകരിക്കാൻ സമ്മതിക്കും. പിന്നെ ആളുകളൊക്കെ വന്നിങ്ങനെ റെഡിയായ ചിലപ്പോ അവർ വരും. ഇത് പലരുടെയും, എല്ലാവരുടേതുമല്ല, പലരുടെയും സ്വഭാവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണക്കാരനായിരുന്നു, പൈസ ഉള്ള ആളായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പണക്കാരനായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പണക്കാരനായിരുന്നു. ഇങ്ങനെ പൈസ ഉണ്ടായിരുന്ന സഹാബത്ത് ഉണ്ട് ആദ്യം ഇസ്ലാമിലേക്ക് വന്ന. പക്ഷെ ഭൂരിപക്ഷം ആരാണ്? ദുഅഫാ, സാധുക്കളാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ അവരെ വിട്ടുപോകരുത്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. നീ സബറോടെ നിൽക്കുക, രാവിലെയും വൈകുന്നേരവും തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുന്ന ഈ സാധുക്കളുടെ കൂടെ. നിന്റെ കണ്ണുകൾ നീ ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങൾക്ക് പിന്നാലെ പായിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഇൻ കാന الثوب واسعا فلتحف به. വസ്ത്രം വിശാലമാണെങ്കിൽ ഫൽതഹിഫ് ബിഹ്, നിങ്ങൾ അതുകൊണ്ട് പുതക്കുക. ശരീരം ചുറ്റിപ്പൊതിയ ഒറ്റ തുണിയുണ്ടാകുക, ആകെ ഒരു തുണി. വസ്ത്രം പലതാണ്, പണ്ട് മുതലേ വസ്ത്രം പലതാണ്. അരക്ക് മുകളിൽ ധരിക്കുന്ന ഡ്രസ്സുണ്ട്, അരക്ക് താഴെ ധരിക്കുന്ന ഡ്രസ്സുണ്ട്. പണ്ട് മുതലേ ഉണ്ട് അങ്ങനെ. മൊത്തത്തിൽ ധരിക്കുന്ന കമീസുകളുണ്ട്. ഇങ്ങനെ ഉള്ള വസ്ത്രങ്ങൾ പണ്ട് മുതലേ ഉണ്ട്. ഇതിൽ സഹാബത്തിൽ പലർക്കും ഉണ്ടായിരുന്ന എങ്ങനത്തെ വസ്ത്രമാണ്? ഒറ്റ തുണി. റസൂൽ പറയുന്നത് ഫൽതഹിഫ് ബിഹ്, അത് ചുറ്റുക. ഫിസ്സലാ, നിസ്കാരത്തിൽ. ഫഖാലിഫ് ബൈന തറഫൈഹി, ഇനി എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ രണ്ടറ്റങ്ങൾ ഖാലിഫ് എന്ന് പറഞ്ഞാൽ എതിർവശങ്ങളിലായിട്ടിടുക. ഒരറ്റം വലത്തോട്ടും ഒരറ്റം ഇടത്തോട്ടും. എന്തിനാ? നന്നായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, വീണുപോകാതിരിക്കാൻ. അങ്ങനെ ചെയ്യുക. സഹാബത്ത് അത് പെരടി കെട്ടിയിരുന്നു ഹദീസുകളിൽ, സഹാബത്തിന്റെ വാക്കുകളിൽ വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇൻ കാന ദയ്യിഖൻ, ഇനി അതല്ല ചെറിയ വസ്ത്രമാണെങ്കിൽ, മുഴുവനായി നിങ്ങൾക്ക് പുതക്കാൻ, മുഴുവനായി അവർത്ത് മുഴുവൻ ശരീരം മൂടാൻ കഴിയില്ലെങ്കിൽ ഫത്തസിർ ബിഹ്, എന്ത് ചെയ്യുക? ഇസാറാക്കുക എന്ന് പറഞ്ഞാൽ അരക്ക് താഴെ ധരിക്കുക. ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീളമുള്ള വസ്ത്രമാണെങ്കിൽ ഫൽതഹിഫ് ബിഹ്, ശരീരം താഴെ മുകളിൽ നോക്കാതെ ചുറ്റുക. അപ്പോൾ താഴെ മറയും മുകളിലും മറയും, കുഴപ്പമില്ല. ഇനി ചെറിയ വസ്ത്രമാണെങ്കിൽ അതുകൊണ്ട് മുകൾ ഭാഗം മറിച്ചാൽ താഴ്ഭാഗം കാണും, താഴ്ഭാഗം മറിച്ചാൽ മുകൾ ഭാഗം കാണും. അപ്പൊ എന്ത് ചെയ്യുക? താഴ്ഭാഗം മറക്കുക. അപ്പോ നേരത്തെ സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ ഇത് പുരുഷന്മാരുടെ കാര്യമാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ പെട്ടതാണ് സത്റുൽ ഔറ, ഔറത്ത് മറക്കൽ. പക്ഷേ ഈ കാര്യത്തിന് ചില സന്ദർഭത്തിൽ ഇളവുണ്ടാവും. ഏത് സന്ദർഭത്തിൽ? ഒരാൾക്ക് ഒരു വസ്ത്രമില്ല എന്ന അവസ്ഥ വന്നാൽ, ഒരൊറ്റ വസ്ത്രവും അദ്ദേഹത്തിന് ഇല്ല, അങ്ങനെ ഒരു വല്ല സാഹചര്യവും വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അയാൾക്ക് നിസ്കരിക്കാം? അലാ ഹസബിഹാലിഹ്, അലാ ഹസബിഹാലിഹ്. എന്താണോ അവസ്ഥ അങ്ങനത്തെ നിസ്കരിക്കുക. ഒരു അവസരത്തിലും നിസ്കാരം ലാ യസ്ഖുത്ത്, അതില്ലാതാവുകയില്ല. അത് നിസ്കാരം പറ്റ ഇളവ് നൽകപ്പെടുന്ന ഒരു സാഹചര്യവുമില്ല. ഒരു തുണി ഒരാക്കില്ലെങ്കിലോ അയാള് എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ നിസ്കരിക്കുക. അതാണ് അത്. പൊതുവെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും, നമ്മളാരും അങ്ങനെ സംഭവിച്ചതായി കേട്ടിട്ടില്ല. വല്ലാഹു ആലം. പക്ഷെ അതിന്റെ ഹുക്കും അങ്ങനെയാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ സ്ത്രീകൾക്കോ ആകട്ടെ പുരുഷന്മാർക്കാകട്ടെ ആർക്കാകട്ടെ വുദൂ അതുപോലെ സത്റുൽ ഔറ, ഔറത്ത് മറക്കൽ, ഇത് രണ്ടും നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ്. ഇതില്ലെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല. ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് വുദൂ എടുക്കാണ് നിസ്കരിച്ചത്, വുദൂ എടുക്കാതെയാണ് നിസ്കരിച്ചത് എന്ന് ഓർമ്മ വന്നാൽ അയാൾ വുദൂ എടുക്കുകയും മാറ്റി ആ നിസ്കാരം നിസ്കരിക്കുകയും വേണം. ഷർത്താണിത്. ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അയാൾ ഔറത്ത് മറക്കാതെയാണ് നിസ്കരിച്ചത് എന്ന്.
എങ്കിൽ ഔറത്ത് മറക്കുകയും വീണ്ടും നിസ്കരിക്കുകയും വേണം. എന്നാലേ നിസ്കാരം ശരിയാവും, എന്നാലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. നേരെ തിരിച്ചാണ് നജസിന്റെ കഥ. ഒരാളുടെ വസ്ത്രത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു നജസുണ്ട്, അതുമായിട്ടാണ് അദ്ദേഹം നിസ്കരിച്ചത്. പക്ഷെ അറിഞ്ഞത് നിസ്കാരം കഴിഞ്ഞിട്ടാണ്, എങ്കിൽ നിസ്കാരം സഹീഹാണ്, നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതില്ല. ആ നജസ് ഒഴിവാക്കിയാൽ മതി, ആ നജസ് ഒഴിവാക്കിയാൽ മതി. അടുത്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുസല്ലി അഹദുകും ഫി ثوബിൽ വാഹിദി ലൈസ അലാ ആതിഖിഹി മിൻഹു ഷൈ. ലാ യുസല്ലി അഹദുകും, നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കരുത്, ഫി ثوബിൽ വാഹിദ്, ഒറ്റ വസ്ത്രത്തിൽ, ലൈസ അലാ ആതിഖിഹി ഷൈ മിൻഹു ഷൈ, അവന്റെ തോളിൽ, ചെളിവാഴ്ചകൾ ആതിഖൈഹി, ഇത് തോളുകളിൽ ഒന്നും ഉണ്ടായിട്ടല്ല, ഒന്നും ഇല്ലാത്ത നിലക്ക് നിസ്കരിക്കാൻ പാടില്ല ഒറ്റ വസ്ത്രത്തിൽ. എന്താണ് ഇതിന് നമുക്ക് മനസ്സിലാകുന്നത്? നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഖിമാർ പറഞ്ഞു, തല മറക്കുക എന്നുള്ള, ബാക്കി മുഴുവൻ മറിച്ചിട്ടാണ് തല മറക്കേണ്ടത്. തല മറക്കുക എന്നത് സ്ത്രീകൾക്ക് നിർബന്ധമാണ്. അവർ ശരീരം, മുൻകൈയും മുഖവും ഒഴികെ മുഴുവൻ ഭാഗങ്ങളും നിസ്കാരത്തിൽ മറക്കൽ നിർബന്ധമാണ്. പുരുഷന്മാർക്ക് മുട്ടുപൊക്കളിനിടയിൽ മറക്കൽ നിർബന്ധമാണ്. മുട്ടുപൊക്കളിനിടയിൽ എന്ന് പറഞ്ഞാൽ മുട്ടും പൊക്കളും അതിൽ ഉൾപ്പെട്ടു, മുട്ടുപൊക്കളും അതിൽ ഉൾപ്പെട്ടു, മനസ്സിലായില്ലേ? മുട്ടുപൊക്കളിനിടയിൽ എന്ന് പറഞ്ഞാൽ മുട്ടോ പൊക്കളോ പുറത്താകാൻ പാടില്ല, മറിച്ച് അതും കൂടി മറയണം. ഇതാണ് പുരുഷന്മാരുടെ ഔറ. ഇത് മറന്നില്ലെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല. സ്ത്രീകൾക്ക് അവരുടെ മുൻകൈയും മുഖവും ഒഴികെ ബാക്കി മുഴുവൻ ഭാഗങ്ങളും മറഞ്ഞാലല്ലാതെ നിസ്കാരം ശരിയാവുകയില്ല. നിസ്കാരത്തിലെ കാര്യമാണ്. അപ്പൊ പുറത്ത് തന്നെ പുരുഷന്മാരുടെ മുൻപിൽ സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവൻ മറക്കുക തന്നെ വേണം, വാജിബാണ്, അത് നിർബന്ധമാണ്. അതാണ് അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായം. വല്ലാഹു തആല അലം. എന്നാൽ നിസ്കരിക്കുമ്പോൾ അവർ ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ അന്യപുരുഷന്മാർ അന്യപുരുഷന്മാർ കാണുമെങ്കിൽ നിസ്കരിക്കുമ്പോൾ മുഖം മറക്കണം. അന്യപുരുഷന്മാർ കാണുന്നു എന്ന് വന്നാൽ മറക്കണം, അതിൽ സംശയമല്ല. എന്നാൽ പുരുഷന്മാരുടെ ഔറത്ത് ഏതാണ്? മുട്ടുപൊക്കലിനിടയിലാണ്. എന്നാൽ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ചുമലുകൾ മറക്കണം. അപ്പോൾ നമുക്ക് വസ്ത്രമുണ്ടെങ്കിൽ, നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യരുത്, തുണി മാത്രം എടുത്തിട്ട് ആ ഔറത്ത് മാത്രം മറച്ചിട്ട് നിസ്കരിക്കാൻ പാടില്ല. ഇത് വാജിബാണോ അല്ലേ എന്നുള്ളതിൽ ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചുമല് മറക്കുക എന്നുള്ളത് വാജിബാണോ? എന്തെങ്കിലും ഒരു തുണി ഇരു ചുമലുകളിലുമായി ഇട്ടിട്ട് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. അത് കാണുന്നുണ്ടെങ്കിൽ, അല്ല നമ്മൾ സാധാരണ വസ്ത്രം ധരിച്ചിട്ട് അത് മറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, മറഞ്ഞാൽ മതി, എന്തെങ്കിലും വസ്ത്രം അതിനുണ്ടായാൽ മതി. ഇത് നിർബന്ധമാണോ അല്ലേ എന്നുള്ളത് ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പലരും ഇത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വാജിബായാലും മുസ്തഹബായാലും നമ്മളത് ശ്രദ്ധിക്കുക. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത് മറക്കുക എന്നുള്ളതാണ്. അല്ല നമ്മളെപ്പോലെ അള്ളാഹു വിശാലത നൽകിയ ഒരുപാട് വസ്ത്രങ്ങളുള്ള നമുക്ക് അൽഹംദുലില്ലാഹ് നമ്മൾ ഏറ്റവും നല്ല വസ്ത്രം, ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നല്ല ആളുകളുടെ മുന്നിൽ നല്ലൊരു സദസ്സിൽ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടാത്ത വസ്ത്രം അത് നമ്മൾ നിസ്കരിക്കുമ്പോഴാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. യാ ബനി ആദമിന്റെ മക്കളെ, ഖുദൂ സീനതകും, നിങ്ങൾ നിങ്ങളുടെ സീനത്ത് അണിയുക, ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ മസ്ജിദിലും. ഇവിടെ മസ്ജിദ് പറഞ്ഞ പള്ളിയല്ല, സുജൂദ് ചെയ്യുന്ന ഏത് സ്ഥാനത്തും. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോ നല്ല വസ്ത്രം ധരിക്കുക. സാധാരണ പുറത്തിറങ്ങുമ്പോ ധരിക്കുന്ന വസ്ത്രം, ഒരു കല്യാണത്തിനോ നല്ല ആളുകൾ ഇരിക്കുന്ന സദസ്സിലോ നമ്മൾ ഇട്ടുപോകാത്ത വസ്ത്രം, ആ വസ്ത്രം ഇട്ടിട്ട് നമ്മൾ നല്ലൊരു സദസ്സിൽ നല്ല നല്ല ആളുകളൊക്കെ വരുന്ന, കുറെ ആളുകളൊക്കെ വരുന്ന ഒരു സദസ്സിൽ നമ്മൾ പോകില്ലെങ്കിൽ അതിട്ട് നിസ്കരിക്കാൻ പാടില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ലുങ്കി. ലുങ്കി ഇട്ടിട്ട് ആരെങ്കിലും കല്യാണത്തിന് പോകും. നമ്മള് അധികം സ്വാഭാവികമൊക്കെ ആളുകൾ കാണാം കള്ളി ലുങ്കിയൊക്കെ കൊടുത്തിട്ട് പള്ളിക്ക് വരുന്നത്.
ഒരു മാന്യന്മാരുള്ള സദസ്സിലേക്ക്, ഒരു കല്യാണ സദസ്സിലേക്ക് നമ്മൾ ആരും അതിട്ടിട്ട് പോയില്ല. അതുകൊണ്ട് അങ്ങനത്തെ വസ്ത്രം നമ്മൾ നിസ്കാരത്തിൽ ഒഴിവാക്കണം. അതാണ് കമാൽ, അതാണ് പൂർണ്ണത. നല്ല കുപ്പായിട്ട് നിൽക്കുക അള്ളാഹുവിന്റെ മുന്നിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ തജമ്മുലിന് ഏറ്റവും യോഗ്യത ഉള്ളത്. സഹാബത്തിന്റെ വാക്കാണ്. നമ്മൾ തജമ്മുലാവാൻ, ഭംഗിയാകാൻ ഏറ്റവും ബാധ്യതപ്പെട്ടത് ആരുടെ മുന്നിലാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലാണ്. അതുകൊണ്ട് നമ്മൾ രാത്രി നിസ്കരിക്കുകയാണെങ്കിലും, രാത്രി എണീറ്റിട്ട് നിസ്കരിക്കുകയാണെങ്കിലും, ഇനി ഉറങ്ങി എണീറ്റിട്ട് ചൊവ്വയ്ക്ക് പള്ളിയിലേക്ക് പോവുകയാണെങ്കിലും ശരി, നമ്മൾ നേരം കണ്ടെത്തി സാധാരണ ആളുകളുടെ മുന്നിൽ ധരിക്കുന്ന നല്ല വസ്ത്രം, ഉറച്ചു മറയുന്ന നല്ല വസ്ത്രം തന്നെ നമ്മൾ ധരിക്കുക. ഇങ്ങനത്തെ നല്ല സദസ്സുകളിൽ പോകുമ്പോൾ ഇടാത്ത വസ്ത്രം ധരിക്കാതെ ഒരാളങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിഹാണ്, നിസ്കാരം ബാത്തിലാന്നല്ല ഈ പറയുന്നത്. പക്ഷെ അത് പൂർണ്ണതയല്ല, അത് കമാലല്ല, അത് കമാലല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലുള്ള അദബിന് യോജിച്ചതല്ല ഈ പറഞ്ഞല്ലോ. അപ്പോ സത്റുൽ ഔറ, ഔറത്ത് മറക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഷർത്താണ്. അതില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പല ആളുകളുടെയും പാൻസ്. സുബ്ഹാനല്ലാഹ്, അത് പലതും ടൈറ്റാണ്. അത് ഔറത്ത് മറക്കും. പക്ഷെ യസിഫ്, ചില സഹാബി വനിതകൾക്ക് ഇറുകിയ വസ്ത്രം കൊടുത്തയക്കപ്പെട്ടപ്പോ അവർ പറഞ്ഞു ഇത് ഞാൻ ധരിക്കില്ല, കാരണം ഇത് തസിഫ്, സിഫത്ത് വെളിപ്പെടുത്തും, ഔറത്തിന്റെ സിഫത്ത് വെളിപ്പെടുത്തും. ഔറത്തിന്റെ സിഫത്ത് മറക്കണം, അത് മറിഞ്ഞിരിക്കണം, എന്നാലേ നമ്മൾ നിസ്കാരം നമ്മൾ ഔറത്ത് മറന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഔറത്ത് മറയാത്ത ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകൾ അവർ പേടിക്കണം, അവരുടെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ പോയേക്കുമോ എന്ന്. നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ആളുകളും ധരിക്കുന്ന പാൻസ്, അത് നോക്കി നിങ്ങൾ ഔറത്തിന്റെ ഷേപ്പ് വ്യക്തമായി കാണുന്നത്. മുട്ടുപൊക്കളിനിടയിൽ ഔറത്താണ്, മുട്ടുപൊക്കളിനിടയിൽ ഔറത്താണെന്നതിന് സംശയമില്ല. നമ്മൾ എന്തിനാ ടൈറ്റ് വസ്ത്രം ധരിച്ച സ്ത്രീകളെ വിമർശിക്കുന്നത്, അവരെ നമ്മൾ ഉപദേശിക്കുന്നത്, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാ? നിസാഉൻ കാസിയാതുൻ ആരിയാതുൻ, സ്ത്രീകൾ, ചില സ്ത്രീകൾ കാസിയാത്ത്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആരിയാത്ത് എന്നാൽ നഗ്നകളാണ്. എന്താ അത്? അവരുടെ ഔറത്ത്, അവരുടെ ശരീരം മുഴുവൻ ഔറത്താണ്. അപ്പൊ അവരുടെ ശരീരം ടൈറ്റായ വസ്ത്രം ധരിച്ച് അവരുടെ ശരീരത്തിന്റെ ആകൃതി, സിഫ, അത് കാണിക്കുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. അത് ആരിയത്താണ് അവൾ എന്ന് നമ്മൾ പറയുന്നു. ഇത് നമ്മുടെ ഔറത്തിനും ബാധകമാണ്, നമ്മുടെ ഔറത്തിനും ഇത് ബാധകമാണ്. നമ്മുടെ ഔറത്താണ് മുട്ട് പൊക്കലിനിടയിലുള്ള ഭാഗം. അതിന്റെ സിഫ വ്യക്തമായി നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രചാരത്തിലുള്ള പാൻസ് ധരിക്കുന്ന ആളുകളുടെ വ്യക്തമായി കാണുന്നു. റുക്കുവിലേക്ക് പോകുമ്പോൾ കാണുന്നു, സുജൂദിലേക്ക് പോകുമ്പോൾ കാണുന്നു എന്ന് പറയണ്ടില്ല ഈ ടൈറ്റായ പാൻസ്. മാത്രല്ല നോക്കി ഈ പാൻസ് ധരിച്ചിട്ട് ആളുകൾക്കുള്ള വേറെ എന്തൊക്കെ ഫസാദുകൾ. നിസ്കാരത്തിന്റെ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആദ്യം ചോദ്യം ചെയ്യുന്ന മുസ്ലിമിന്റെ അടയാളമായ മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസമായ നിസ്കാരത്തിന്റെ കാര്യം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ പോയാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അതുപോലെ രണ്ടാമത്തെ കാര്യം, ഈ വസ്ത്രം ധരിച്ചാൽ ഉള്ള മറ്റു മഫ്സദത്തുകൾ. എത്ര ആളുകൾക്ക് ഇരുന്ന് മൂത്രയിക്കാൻ പറ്റും ഇട്ടാൽ? ആ ശീലമേ മുസ്ലിം ഉമ്മത്തിന് പോയതുപോലെയാണ് പല ആളുകൾക്കും. ചില ആളുകൾക്ക് അഭിമാനം പറയുന്നത് കേട്ടു. എന്ത് ഇത്ര മോശമായ അഭിമാനവാദം! പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്, നവോത്ഥാനത്തിന്റെ ആളുകളാണെന്നൊക്കെ പറയുന്ന ആളുകൾ എല്ലാവരും ചങ്ങായി പ്രസംഗിക്കുന്ന കേട്ടതാണ്. ഇവിടെ പള്ളികളിൽ നിന്ന് മൂത്രമൊഴിക്കാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിമീങ്ങൾക്ക് നേടിക്കൊടുത്ത പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. വലിയ സ്വാതന്ത്ര്യമാണ്, വലിയ ഖൈറാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് പറയാൻ തോന്നുന്നത്? കാരണം അത് ജായിസാണ്, ശരിയാണ്. നിന്ന് മൂത്രയിക്കുക എന്നുള്ളത് ജായിസാണ്, അനുവദനീയമാണ്. ആർക്ക്? അത് സ്ഥിരമായി ചെയ്യൽ ഒരിക്കലും ശരിയല്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. റസൂലുള്ള ഒരു ബാല ഖായിമൻ ഫി സുബാതത്തി ഖൗമിൻ, ഒരു പ്രത്യേക സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് മൂത്രയിച്ചു. എന്താ കാരണം? അവിടെ നിന്നിട്ടാണ് നല്ലത്. ഇരുന്നാൽ തെറിക്കും, ശരീരത്തിലേക്ക് തെറിക്കും.
അവന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് മൂത്രയിച്ചിട്ടുണ്ട്. അത് അനുവദനീയമാണ്, ജായിസാണ്, ശരി. പക്ഷെ അത് സ്ഥിരമായി ചെയ്യൽ മുഖാലിഫുൻ ലി സുന്നത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് എതിരാണ്. നമ്മൾ ശീലിക്കേണ്ടത് ഇരുന്ന് മൂത്രയിക്കാനാണ്. ഇരുന്ന് മൂത്രയിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ലൂസായ പാൻസ് ധരിക്കണം. നല്ല ലൂസായ പാൻസ് ധരിച്ചാലേ നമുക്ക് ഇരുന്നിട്ട് മൂത്രയിക്കാൻ പറ്റൂ. ഇനി അല്ലാണ്ട് ഇരിക്കാൻ നിന്നാലോ ചിലപ്പോൾ അവന്റെ പാൻസ് കീറിപ്പോവും, അല്ലെങ്കിൽ അവന്റെ മൂത്രം മര്യാദക്ക് പുറത്തേക്ക് പോവില്ല, അത് ശരീരത്തിൽ നജസാവും. ഇനി നിന്ന് മൂത്രയിക്കുന്നത് കൊണ്ടുള്ള പല മഫ്സദത്തുകൾ, തെറിക്കുക പോലുള്ള സംഗതി, ഇങ്ങനെ പല മഫ്സദത്തുകൾ അതുകൊണ്ടുണ്ട്. അവിടെ നമ്മൾ മെനക്കെട്ട് ഒഴിവാക്കണം. നമ്മൾ അതിനുവേണ്ടി മെനക്കാടണം. എന്തിനൊക്കെ നമ്മൾ പൈസ അനാവശ്യമായി ചെലവാക്കാറുണ്ട്. ഈ ടൈറ്റായ പാൻസ് നമ്മൾ ഒഴിവാക്കുക. നീളമുള്ള വസ്ത്രം അതിന്റെ മുകളിൽ നമ്മൾ ധരിച്ചാലും ആ പാൻസ് നമ്മൾ ഒഴിവാക്കുക. കാരണം അത് ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ്. ടൈറ്റായ പാൻസ് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും, സംശയമില്ലാതെ. അപ്പൊ നമ്മുടെ ശരീരത്തെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോ ഇങ്ങനെ ഒരു മഫ്സദ അതിന്റെ പിന്നിലുണ്ട്. മാത്രമല്ല കുഫാറുകളുമായി അവരുമായുള്ള തശാബുഹാണ്, അവരുമായി സാദൃശ്യപ്പെടലാണ് ഇങ്ങനെയുള്ള ബംതലൂൺ എന്ന് പറഞ്ഞാൽ ടൈറ്റായ പാൻസ്. അവര് ധരിക്കണ പോലത്തെ പാൻസ്, അവര് ധരിക്കണ പോലത്തെ കുപ്പായം, യാതൊരു വ്യത്യാസമില്ല. അതിന്റെ കൂടെ നഊദു ബില്ലാഹ് ഇൻസൈഡാക്കിയിട്ടൊക്കെ നടക്കുന്ന ജനങ്ങൾ വളരെ മോശമാണ് സഹോദരങ്ങൾ. ഇതൊക്കെ മറ്റുള്ള ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ വസ്ത്ര സംസ്കാരങ്ങളാണ്. വലിയ വലിയ ദായിമാരൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ്. ഒക്കെ വലിയ എന്തോ പുരോഗമനമായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. വളരെ വൃത്തികേടായിട്ടാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഒരു നിലക്കൊരു യോജിക്കാത്തതുപോലെ, പ്രത്യേകിച്ച് നല്ല താടിയൊക്കെ വളർത്തിയ മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് ഇത് യോജിക്കണില്ല. കാരണം നമ്മളെ ഒരു വിജഹത്തിനല്ല, നമ്മളൊരു കാഴ്ചക്ക് നമ്മൾ പറയുന്നല്ല, മറിച്ച് ഉലമാക്കൾ, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ മുസ്ലിമീങ്ങളുടെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞ സംസാരങ്ങൾ വായിച്ച ഏതൊരു മുസ്ലിമിനും അത് കണ്ടാൽ യോജിക്കാൻ തോന്നുകയില്ല, മോശമായിട്ടേ തോന്നുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ വസ്ത്രം ലൂസായതായിരിക്കട്ടെ. നമ്മുടെ മേൽവസ്ത്രത്തിന് അല്പം നീളമുണ്ടാകട്ടെ, അത് താഴോട്ട് വരട്ടെ. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഖൈറിലേക്ക് തദറുജാകുക, ഖൈറിലേക്ക് മാറി മാറി വരാൻ ശ്രദ്ധിക്കുക. പൈസ കൊടുത്താൽ, തുണി വാങ്ങിക്കൊടുത്താൽ നമുക്ക് അടിക്കാൻ പറ്റിയതേ ഉള്ളൂ. നമുക്ക് യോജിച്ചത് നമുക്ക് ലൂസായിട്ട് വേണം എന്ന് പറയുക. അത് വർദ്ധിപ്പിച്ച് ലൂസായ വസ്ത്രം ധരിക്കുക. ഇതാണ് നമുക്ക് ഈ പല കാര്യങ്ങൾ കൊണ്ടും പല നിലക്കും നമുക്ക് ഖൈറായിട്ടുള്ളത്. നമസ്കാരത്തിന്റെ കാര്യം, അതുപോലെ നമ്മൾ മൂത്രമൊഴിക്കുന്ന കാര്യം, കുഫാറുകളുമായി തശബ്ബുഹ എന്ന കാര്യം, ഇതിലൊക്കെ നമ്മളിത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനല്ലാതെ മറ്റാരെയും നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതില്ല. അള്ളാഹുവാണ് ഖൈറിലേക്ക് നമ്മുടെ മനസ്സ് മെരുക്കി തരുന്നത്. ഖൈറിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോകുന്നത് അള്ളാഹുവാണ്. അവനോട് ഇസ്തിആനത്ത് തേടുക, ഖൈറിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിന് തൃപ്തി തരാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഖൈർ തരും. ഒരുപാട് ഖൈർ നമുക്ക് അതുകൊണ്ട് അള്ളാഹു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഐഡന്റിറ്റി അത് നിലനിർത്തി തരും. നമ്മുടെ ഇസ്ലാമിക വ്യക്തിത്വം അള്ളാഹു അതുകൊണ്ട് നമുക്ക് നിലനിർത്തി തരുന്നതാണ്. അപ്പൊ ഇങ്ങനെ സത്റുൽ ഔറ നിസ്കാരത്തിന്റെ ഷർത്താണത്. അതുകൊണ്ട് നിസ്കാരം പോയി പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ രണ്ട് ഷർത്തുകൾ നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് وعن عامر بن ربيعة رضي الله عنه قال كنا مع النبي صلى الله عليه وسلم في ليلة مظلمة. ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരുന്നു. ഫീ ലൈലത്തിൻ മുദ്ലിമത്തിൻ, ഒരു ഇരുണ്ട രാത്രിയിൽ. ഫഅശ്കലത അലൈന അൽ ഖിബ്ല, അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്കാലുണ്ടായി, സംശയമുണ്ടായി. അൽ ഖിബ്ല, ഏത് ഭാഗത്താണ് ഖിബ്ല എന്നത്? ഏതോ ഒരു സ്ഥലത്തെത്തി, ഇരുട്ടാണ്, മനസ്സിലാണില്ല ഖിബ്ല എവിടെയാണ് മനസ്സിലാകുന്നത്. ഫസല്ലൈന, അങ്ങനെ ഞങ്ങൾ നിസ്കരിച്ചു. ഫലമ്മ തലഅത്തി ശംസ്,
എന്നിട്ട് പിന്നെ സൂര്യൻ ഉദിച്ചപ്പോൾ പകലായപ്പോൾ ഇദാ നഹ്നു സല്ല, സൂര്യൻ കണ്ടാലല്ല മനസ്സിലാകുക ഏത് ഭാഗത്താണ് ഖിബ്ല എന്ന്. ഇദാ നഹ്നു സല്ലൈന ഇലാ ഗൈറിൽ ഖിബ്ല, ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ നിസ്കരിച്ചത് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിട്ടല്ല, വേറെ ഭാഗത്തേക്കാണ്. ഫനസലത്തിൽ ആയ, അപ്പോഴാണ് അള്ളാഹുവിന്റെ ആയത്ത് ഇറങ്ങിയത്, സൂറത്തുൽ ബഖറയിലെ ആയത്ത്, ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ് വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. അള്ളാഹുവിനുള്ളതാണ് മശ്രിഖും മഗ്രിബും, അഥവാ കിഴക്കും പടിഞ്ഞാറും. ഫൈനമാ തുവല്ലു, അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും, ഫസമ്മ വജ്ഹുല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് അവിടെ ഉണ്ട്. ഇത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു നിസ്കാരം ശരിയാകാനുള്ള ഷർത്തുകളിൽപ്പെട്ടതാണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ല. ഒരു ഷർത്ത് നമ്മൾ പറഞ്ഞു, വുദു ഉണ്ടായിരിക്കുക. 2 സത്റുൽ ഔറ, ഔറത്ത് മറക്കുക. 3 ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിട്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖിബ്ല നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, നീ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിന് നേരെ തിരിക്കുക എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്തിഖ്ബാലുൽ ഖിബ്ല ഫർദാണ്, നിർബന്ധമാണ്, നിസ്കാരത്തിന്റെ ഷർത്താണ്. അതില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. പക്ഷേ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തി, ഖിബ്ല എവിടെയാണെന്ന് അറിയില്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഖിബ്ല എവിടെയാണ് എന്ന് പരമാവധി അറിയാൻ ശ്രമിക്കണം, അടുത്തുള്ള ആളുകളോട് ചോദിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇന്ന് ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനത്തെ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ശ്രമിക്കണം, ആളുകളോട് ചോദിക്കണം. അങ്ങനത്തെ യാതൊരു വഴിയുമില്ലെങ്കിൽ എങ്ങോട്ടാണെന്നാണ് നമുക്ക് ഒരു തോന്നിയത് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. എന്നിട്ട് പിന്നീട് നമ്മൾ അറിഞ്ഞു ഖിബ്ല വേറെയാണ്, നിസ്കരിച്ചത് തെറ്റിപ്പോയി എന്നറിഞ്ഞാൽ കുഴപ്പമില്ല. അതാണ് ഈ ആയത്ത്. എന്നാൽ ഇത് ഫർദ് നിസ്കാരത്തിന്റെ കാര്യമാണ്, സുന്നത്തിൽ ഇളവുകളുണ്ട്. എന്നാൽ നമ്മൾ നിസ്കരിച്ചു, ഖിബ്ല ഏതാണെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് അന്വേഷിച്ചാൽ അറിയാമായിരുന്നു. ഇപ്പൊ പല സൗകര്യങ്ങളുണ്ട്, ഫോൺ വിളിച്ചു ചോദിക്കാലോ. ഈ നാട്ടിൽ നമ്മളൊരു സ്ഥലത്തെത്തി, അവിടെ വന്നിരുന്ന ഏതെങ്കിലും മുസ്ലിങ്ങൾ വിളിച്ചു ചോദിക്കാം, ഞാൻ ഇന്ന സ്ഥലത്താണുള്ളത്, ഇവിടെ എങ്ങോട്ടാ ഖിബ്ല, ഏത് ഭാഗത്തേക്കാ, ബസ് സ്റ്റാൻഡുള്ള ഭാഗത്തേക്കാണോ അല്ല ഇങ്ങോട്ടേക്കാണോ, ഏത് ഭാഗത്തേക്കാണ് എന്ന് ഖിബ്ല എന്നൊക്കെ വിളിച്ചു ചോദിക്കാം. ഇങ്ങനെ നമുക്ക് സാധിക്കുന്ന മാർഗങ്ങളൊക്കെ ഉപയോഗിക്കണം. ഇങ്ങനെ ഉപയോഗിക്കാതെ നമുക്കറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച് പിന്നീട് ഖിബ്ല തെറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായാൽ മാറ്റി നിസ്കരിക്കണം, ഷർത്താണ്. എന്നാൽ ഖിബ്ലക്ക് നേരെയാണ് തിരിഞ്ഞിട്ടുള്ളതെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ചോദിക്കാതെ നിസ്കരിച്ചു. ചോദിക്കാനും മനസ്സിലാക്കാനൊക്കെ വഴിയുണ്ട്. എന്നിട്ട് അതിൽ വീഴ്ച വരുത്തി നമ്മൾ അങ്ങ് നിസ്കരിച്ചു, ഏതെങ്കിലും ആയിക്കോട്ടെ, ഇത് ഖിബ്ലയായിരിക്കും, അങ്ങനെ ഊഹം വെച്ചിട്ടൊക്കെ നമ്മൾ നിസ്കരിച്ചാൽ നിസ്കാരം മാറ്റി നിസ്കരിക്കണം, ഷർത്താണ്. ചില പള്ളികളിലൊക്കെ ആരും ഇല്ലാത്ത സമയത്ത് ചെന്നിട്ട് പള്ളിയിലെ ഖിബ്ല മനസ്സിലാക്കാതെ തിരിഞ്ഞ് നിസ്കരിക്കണം ചില ആളുകൾ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചില ആളുകൾ പറ്റ അശ്രദ്ധയോടെ ചെയ്യുന്നത് കാണാം. അല്ല, നമ്മൾ ശ്രദ്ധിക്കണം, നിസ്കാരത്തിന് ഷർത്താണ്. എന്നാൽ നമ്മൾ വഴിയൊക്കെ നോക്കിയിട്ടും മനസ്സിലാകാതെ നമ്മൾ മാർഗങ്ങളൊക്കെ നോക്കി, അറിയാനുള്ള മാർഗങ്ങളൊക്കെ തേടി, എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഖിബ്ല മാറിപ്പോയത് കൊണ്ട് കുഴപ്പമില്ല. ഇത് ഫർദിലാണ്. എന്നാൽ മുസ്തഹബായ നിസ്കാരങ്ങളിൽ, ഫർദല്ലാത്ത നിസ്കാരങ്ങളിൽ, യാത്രയിലാണോ, ഖിബ്ലയിൽ നമുക്ക് ഇളവുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. قال رسول الله صلى الله عليه وسلم ما بين المشرق والمغرب قبلة ما بين المشرق والمغرب قبلة മശ്രിഖിനും മഗ്രിബിനും ഇടയിലുള്ള സ്ഥലം ഖിബ്ലയാണ്. മശ്രിഖിനും മഗ്രിബിനും ഇടയിലുള്ള സ്ഥലം ഖിബ്ലയാകുന്നു, കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ള സ്ഥലം ഖിബ്ലയാകും എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം, ഈ ഹദീസിന്റെ അർത്ഥം, നമ്മൾ കഅബ ഉള്ള ഭാഗത്തേക്ക് തിരിഞ്ഞാൽ നമ്മൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു. കൃത്യമായി നമ്മൾ കഅബ നേരെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കഅബയുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞാൽ പോരാ, മറിച്ച് നേരെ കഅബയുടെ മുന്നിൽ തന്നെ തിരിയണം. കഅബ നമ്മൾ നേരിട്ട് കണ്ടിട്ടാണ് നിസ്കരിക്കണമെങ്കിൽ കഅബയുടെ ഭാഗം പോരാ, നേരെ കഅബ ഐനുൽ കഅബ, അഥവാ കഅബയുടെ
നേരെ തന്നെ തിരിയണം. നമ്മൾ കാബ കാണാത്ത സ്ഥലത്തേക്ക് എത്തി, അതാണ് ആഫാഖിയൂൻ എന്ന് പറയുന്നത്. നമ്മളൊക്കെ അതാണ് ആഫാഖിയൂൻ. കാബ കാണാതെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ കാബ ഉണ്ട്, കാബ ഇന്ന ഭാഗത്താണ്, ആ ജിഹ, ആ ദിശയിലേക്ക് തിരിഞ്ഞാൽ മതി. ആ ദിശയിലേക്ക് തിരിഞ്ഞാൽ മതി. യസീറൻ, കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വലത്തോ അടുത്തോ ആയിപ്പോയത് കുഴപ്പമില്ല എന്നാണ് ഈ ഹദീസിന്റെ ശറഹ്. ഇതിന്റെ വിശദീകരണം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് ഖിബ്ല, മശ്രിഖിനും മഗ്രിബിനും ഇടയിലുള്ളത് ഖിബ്ലയാണ്. കാരണം ആ ദിശയിലേക്ക് തിരിഞ്ഞാൽ മതി. ഐനൻ, ആ കഅബയുടെ നേരെ നമ്മൾ തിരിയണം എന്നില്ല. കഅബ കാണുന്നില്ലെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ നേരെ തിരിയണം. അപ്പൊ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ഇനി വഅൻ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ഖാൽ, ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, റസൂലുള്ളാഹി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു, അലാ റാഹിലതിഹി, അവിടുത്തെ വാഹനപ്പുറത്ത്, ഹൈതു തവജ്ജഹത് ബിഹി, വാഹനം എങ്ങോട്ടാണോ തിരിഞ്ഞത് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ബുഖാരി ഇങ്ങനെ റിവായത്ത് ചെയ്തു, മുത്തഫഖുൻ അലൈഹിയാണ്. ബുഖാരിയിൽ ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്, യൂമിഉ ബിറഅസിഹി, റസൂലുള്ള വാഹനപ്പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യും? തല കൊണ്ട് ആംഗ്യം കാണിക്കും. ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത്. വലം യകുൻ യസ്നഉഹു ഫിൽ മക്തൂബ, എന്നാൽ മക്തൂബത്തായ നിർബന്ധ നിസ്കാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തിരുന്നില്ല. മറിച്ച് എന്താ ചെയ്യുക? നിർബന്ധ നിസ്കാരമായാൽ വാഹനത്തിൽ നിന്നിറങ്ങി ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിട്ട് നിസ്കരിക്കും. അത് നിർബന്ധമാണ്. വലിയ അബൂ ദാവൂദ് മിൻ ഹദീസ് അനസ്, അബൂ ദാവൂദ് റിവായത്ത് ചെയ്യുന്നു, അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വകാന ഇദാ സാഫറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്താൽ, ഫറാദ അൻ യതതവ്വ, മുസ്തഹബായ ഫർദല്ലാത്ത നിസ്കാരം നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ, ഇസ്തഖ്ബല ബിനാഖതിഹിൽ ഖിബ്ല, അവിടുത്തെ ഒട്ടകത്തെ ഖിബ്ലക്ക് നേരെ തിരിക്കും തുടങ്ങുമ്പോൾ. പിന്നെയോ ഫകബ്ബർ, എന്നിട്ട് തക്ബീർ ചൊല്ലും. സുമ്മ സല്ല ഹൈസു കാന വജ്ഹു റികാബിഹി, പിന്നെ ഒട്ടകത്തിന്റെ കാലുകൾ എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകും. സുമ്മ സല്ല ഹൈസു കാന വജ്ഹു റികാബിഹി, പിന്നെ വാഹനത്തിന്റെ ദിശ എങ്ങോട്ടാണോ അങ്ങോട്ട് നിസ്കരിക്കും. ഇത് സുന്നത്ത് നിസ്കാരത്തിലാണ്. ഫർദാണെങ്കിൽ ഖിബ്ല ഇറങ്ങി വാഹനത്തിൽ നിന്നിറങ്ങി ഖിബ്ലക്ക് നേരെ തിരിയൽ വാജിബാണ്. അങ്ങനെ ഇറങ്ങാൻ പറ്റിയ വാഹനമാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ വണ്ടി ഓടിച്ചു പോവുകയാണ്, അപ്പോൾ എന്ത് വേണം? ഫർദ് നിസ്കരിക്കാൻ വണ്ടി നിർത്തി ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിട്ട് വേണം നിസ്കരിക്കാൻ. എന്നാൽ നമുക്ക് നിർത്താൻ പറ്റാത്ത വണ്ടികളാണെങ്കിൽ, കപ്പൽ പോലെ, ട്രെയിൻ പോലെ, ഫ്ലൈറ്റ് പോലെ, അതിൽ നമുക്ക് നിസ്കരിക്കൽ അല്ലെങ്കിൽ സമയം പോയി പോകും, ജമഅൊന്നും പറ്റുകയില്ല എന്ന് വന്നാൽ ഖിബ്ല നോക്കേണ്ടതില്ല, സാധിക്കുന്നത് പോലെ നിസ്കരിക്കുക. ഫർദായാലും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ, അള്ളാഹു ഒരു നഫ്സിനെയും അതിന് സാധിക്കാത്തത് ഏൽപ്പിക്കുകയില്ല. അപ്പൊ സത്റുൽ ഔറ നിസ്കാരത്തിന്റെ ഒരു ഷർത്താകുന്നു. സത്റുൽ ഔറ നിസ്കാരത്തിന്റെ ഒരു ഷർത്താകുന്നു. ഇനി വഅൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു, അൽ അർദു കുല്ലുഹാ മസ്ജിദുൻ, ഭൂമി മുഴുവൻ മസ്ജിദാണ്, ഇല്ലൽ മഖ്ബറത വൽ ഹമ്മാം, ഇല്ലൽ മഖ്ബറ വൽ ഹമ്മാം, മഖ്ബറ ഒഴികെ, ഖബർസ്ഥാൻ ഒഴികെ, വൽ ഹമ്മാം, ഹമ്മാം എന്നാൽ ടോയ്ലറ്റ്, വിസർജന സ്ഥലം, അവിടുന്ന് നിസ്കരിക്കാൻ പാടില്ല, മഖ്ബറയിൽ നിസ്കരിക്കാൻ പാടില്ല. ബാക്കി ഭൂമിയിലെ എല്ലാ സ്ഥലവും മസ്ജിദാണ്, നിസ്കാരത്തിന് യോഗ്യമാണ്. ഇതിന് നമുക്ക് മനസ്സിലാകുന്ന ഷർത്ത് ഏതാണ്? നജസ് ഉണ്ടായിരിക്കാൻ പാടില്ല. ഇസാലത്തുൻ നജാസ, നജസ് നീങ്ങണം. എവിടുന്നൊക്കെ? നിസ്കരിക്കുന്ന സ്ഥലത്തും നിസ്കരിക്കുന്ന ആളുടെ വസ്ത്രത്തിലും നിസ്കരിക്കുന്ന ആളുടെ ശരീരത്തിലും നജസ് ഉണ്ടാകാൻ പാടില്ല. ഇസാലത്തു അൻ നജാസ നിസ്കാരത്തിന് ഷർത്താണ്. ഇസാലത്തു അൻ നജാസ, നജസ് നീക്കുക എന്നത്. അപ്പോ അൽ വുദു, അതുപോലെ സത്റുൽ ഔറ, ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഇസാലത്തുൻ നജാസ, ഇതെല്ലാം നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ടതാണ്. അടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ മർസദ് അൽ ഗനവി റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തുസല്ലു ഇലൽ ഖുബൂർ വലാ തജ്ലിസു അലൈഹാ. മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ലാ തുസല്ലു ഇലൽ ഖുബൂർ, ഖബറിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് നിസ്കരിക്കരുത്. വലാ തജ്ലിസു അലൈഹാ, അതിന്മേൽ ഇരിക്കാൻ പാടില്ല.
വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിലക്ക് വന്നിട്ടുള്ള കാര്യമാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖാദ അൽ-ഖബർ വയുജസ്സസ് അലൈഹി വയുബ്ന അലൈഹി. ഖബറിങ്ങൽ എടുപ്പെടുക്കുന്നതും അതിന്മേലിരിക്കുന്നതും അതിന്മേൽ കുമ്മായമിടുന്നതും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. അപ്പൊ മഖ്ബറയിൽ നിസ്കരിക്കാൻ പാടില്ല, മഖ്ബറയിൽ നിസ്കരിക്കാൻ പാടില്ല. അത് വല്ലാഹു അലം. ചില ആളുകൾ അതിന്റെ കാരണം പിടിച്ചത് അത് നജസ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ് എന്നതാണ്. ചില ആളുകൾ അതിന് തെളിവായി പിടിച്ചത്, അതിന്റെ കാരണമായി പറഞ്ഞത് ചില ആളുകളുടെ അഭിപ്രായം. വല്ലാഹു അലം. ആ അഭിപ്രായം സൂചിപ്പിക്കാനായിരിക്കണം ഇബ്നു ഹജർ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ അതല്ല അതിന്റെ കാരണം. യഥാർത്ഥത്തിൽ എന്ത് കാരണം എന്താണ്? അത് വസീലത്തുൻ മിൻ വസാഇലി ശിർക്ക്, അത് ശിർക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു യഹൂദി നസ്രാനികളെ ശപിക്കട്ടെ, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വലൗലാ ദാക ലഉബ്രിസ ഖബ്റുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖശിയ അൻ യുത്തഖദ മസ്ജിദ. ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബർ പുറത്തെവിടെയെങ്കിലും ആക്കുമായിരുന്നു. റസൂലുള്ളാഹ് അത് മസ്ജിദായേക്കുമോ എന്ന് ഭയപ്പെട്ടു. അപ്പോ ഖബറിലേക്ക് തിരിഞ്ഞോ, ഖബറിന്റെ അടുത്തു വെച്ചോ നിസ്കരിക്കാൻ പാടില്ല. ഖബർ ഖിബ്ലക്ക് നേരെ ആക്കിയാൽ അത് അശദ്, അതാണ് ഏറ്റവും കടുത്തത്. അത് പിന്നിലായിരിക്കുമ്പോഴോ, അത് വലത്തായിരിക്കുമ്പോ, അത് ഇടത്തായിരിക്കുമ്പോഴോ നിസ്കരിക്കാൻ പാടില്ല. മറിച്ച് മസ്ജിദിനും ഖബറിനും ഇടയിൽ വേർതിരിക്കുന്ന ഒരു മതിൽ നിർബന്ധമാണ്. മസ്ജിദും മഖ്ബറയും വേർതിരിക്കുന്ന ഒരു മതിൽ, ഒരു ചുമർ നിർബന്ധമാണ്. അത് മസ്ജിദിന്റെ ചുമര് പോരാ, മറിച്ച് വേറെ തന്നെ ഒരു ചുമർ, ഒരു മതിൽ ഉണ്ടായിരിക്കണം. എന്നാലേ നിസ്കരിക്കാൻ പാടുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് നിസ്കരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ വിലക്ക് വന്ന വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.